പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ്. ഊണിൻ്റെ കൂടെയും പൊതിച്ചോറിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണിത്. ഞാനിവിടെ ചെയ്തിരിക്കുന്ന രീതിയിൽ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇവിടെ 3 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളകും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുരുമുളക് പൊടി കുറച്ചും കൂടെ കൂടുതൽ ഉപയോഗിക്കാം. ഇനി ഇതൊരു സ്പൂണോ വിസ്കോ ബീറ്ററോ ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട 1 മിനിറ്റ് ബീറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരണം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതാണ്, 4-5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, കുറച്ച് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞതും, 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണെങ്കിലും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് ഈ മുട്ട ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് ഒരു 1/2 മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട്. പെട്ടെന്നൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഒരു സൈഡ് റെഡിയായെന്ന് തോന്നുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓംലെറ്റിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. അടുത്ത പ്രാവശ്യം നിങ്ങൾ മുട്ട പൊരിക്കുമ്പോൾ ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.